ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്ന എൻ്റെ ഹെയർ ട്രാൻസ്ഫോർമേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹെയർ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് വേവി ടൈപ്പ് ആയിരുന്നു. അതായത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡെയിലി ഓയിൽ ചെയ്യുന്ന കാരണം ആ ഒരു കൈൻഡ് ഓഫ് ഹെയർ ആയിരുന്നു. പിന്നെ നമ്മൾ സ്കൂൾ കഴിഞ്ഞിട്ട് കോളേജിലൊക്കെ എത്തുന്ന സമയത്താണല്ലോ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നത്. അതുവരെ നമ്മുടെ പേരൻസ് ആണല്ലോ നമ്മുടെ ഹെയറും സ്കിന്നും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് ഞാൻ പിന്നെ ഷാംപൂ കണ്ടീഷണറൊക്കെ ഇങ്ങനെ ഷാംപൂവിൻ്റെ കൂടെ കണ്ടീഷണർ അങ്ങനെ ആ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുവരെ നമ്മൾ ഓയിൽ ചെയ്യും, അത് നമ്മൾ ഷാംപൂ ചെയ്ത് കളയും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതുതന്നെ നമുക്ക് ഒക്കേഷണൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നത് ഒരു 2-3 ഡേയ്സ് ഒക്കെ ആക്കി മാറ്റി വീക്ക്ലി. ആ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓയിൽ ചെയ്യും, അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഷാംപൂ വെച്ചിട്ട് റിമൂവ് ചെയ്യും. അതിനുശേഷം നമ്മൾ കണ്ടീഷനിങ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം എൻ്റെ ഹെയർ അത്യാവശ്യം നല്ല സ്മൂത്തായി, പിന്നെ ഒന്ന് സ്ട്രെയിറ്റായി. ഇങ്ങനെ ചെയ്തതുകൊണ്ട് എൻ്റെ മുടിക്ക് നല്ലത് തന്നെയാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. കാരണം ആ ഒരു വേവി കൈൻഡ് ഓഫ് ഹെയർ മാറിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ്, കംപ്ലീറ്റ് സ്ട്രെയിറ്റ് എന്നല്ല ഞാൻ പറയുന്നത്, സ്ട്രെയിറ്റ് ഹെയർ എന്നല്ല ഞാൻ പറയുന്നത്. അതായത് നാച്ചുറൽ സ്ട്രെയിറ്റ് ഹെയറും എൻ്റെ ഹെയറും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി എന്നാലും എൻ്റെ മുടി കണ്ടാലൊരു സ്ട്രെയിറ്റ് ഹെയർ പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഹെയറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഒരു കേളി ഹെയറിന്ന് ഒരു നോർമൽ സ്ട്രെയിറ്റ് ഹെയറിലേക്ക് ആവാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ കണ്ടീഷണർ യൂസ് ചെയ്യുക. പൊതുവേ ആരും അങ്ങനെ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇതിനെക്കുറിച്ച് ആർക്കും അങ്ങനെ നമ്മുടെ നാട്ടിൻ പുറത്തൊന്നും അങ്ങനെ ഇതിനെക്കുറിച്ചൊരു അവയർനെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂൾ കഴിഞ്ഞ് കോളേജിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു കണ്ടീഷണർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്ത് നമ്മുടെ ഹെയറിന് നല്ലോണം മോയ്സ്ചർ കണ്ടൻറ്റ് കിട്ടും, അങ്ങനെയൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് കിട്ടുന്നത് ഞാൻ ശരിക്കും കോളേജിൽ പഠിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ. ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യാറില്ല. അതായത് സെയിം ബ്രാൻഡ് സെയിം സാധനം ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ ഒരു ബോട്ടിൽ വാങ്ങിക്കുക, അതായത് ചെറിയ ബോട്ടിൽസാണ് നമ്മൾ വാങ്ങിക്കുക, 300 ml ആ റേഞ്ചിലൊക്കെയാണ് വാങ്ങിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറെ ബ്രാൻഡ് യൂസ് ചെയ്യും. അങ്ങനെ മാറ്റിയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അതും എനിക്കൊരു പ്ലസ് ആയിട്ട് തോന്നാറുണ്ട്. കാരണം സെയിം സാധനം തന്നെ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് എത്രത്തോളം ശരിയാണ് തെറ്റാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കേട്ടത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് ഫോളോ ചെയ്യാറ്. അതായത് ഞാൻ ഇപ്പോൾ ഒരു ബോട്ടിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേറൊരു ബ്രാൻഡ് വാങ്ങിക്കും. ഇതാണ് കേട്ടോ നമ്മുടെ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഹെയർ കെയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓയിലിംഗ് ഡെയിലി യൂസ് ചെയ്യരുത്. അതായത് നമ്മൾ ഡെയിലി ഓയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്നാണോ ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പം നമുക്ക് once or twice നമുക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം പോലെ. ഓയിൽ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇഷ്ടമില്ലെങ്കിൽ നോ പ്രോബ്ലം. ഒരു കമ്പൽസറി മാറ്റർ ഒന്നുമല്ല ഓയിലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നത്. ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ വീക്ക്ലി 2 times അല്ലെങ്കിൽ 3 times അതിൻ്റെ ആവശ്യമുള്ളൂ. അതിൽ കൂടുതലൊന്നും നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഡ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലോണം റബ്ബ് ചെയ്തിട്ടാണ് ഹെയർ തുടയ്ക്കുക. കാരണം അതിലുള്ള വെള്ളം കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാക്ക് ഡ്രൈ ചെയ്യുക. നല്ലോണം നല്ലോണം ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ട് ഉണക്കിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡ്രയർ യൂസ് ചെയ്യാം. അതിൽ ഹീറ്റ് കൊടുക്കാണ്ട് നോർമൽ എയർ വെച്ചിട്ട് ഡ്രൈ ചെയ്യിക്കാം, അല്ലെങ്കിൽ ഫാനിൻ്റെ അടിയിൽ എങ്ങനെ വെച്ചിട്ട് ഉണക്കാം. എൻ്റെ മുടി പൊതുവേ ഉണങ്ങാൻ കുറച്ച് പാടുള്ള ടൈപ്പാണ്. അപ്പം ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് ഉണക്കുക. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകാനുള്ളതാണെങ്കിൽ അതിൻ്റെ ഒരു മണിക്കൂർ 2 മണിക്കൂർ മുന്നൊക്കെ നമ്മൾ കുളിച്ചിട്ട് റെഡിയാവും. അപ്പോൾ പിന്നെ മുടി സെറ്റായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ റഫായിട്ടുള്ള യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ എങ്ങനെയായാലും ഫ്രിസ്സായി പോവും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഹെയർ ഫ്രിസ്സായി പോയത്. പിന്നെ എനിക്കതിലേക്ക് അങ്ങോട്ട് ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അതിലേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റാണ്ട് ഹെയർ അത്യാവശ്യം ഡാമേജ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഓരോരോ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട് വേണം നമുക്കത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.